അടുത്തോരും മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ടായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമല രാവിലെ എണീറ്റ് വന്ന് പത്രം വായിക്കുന്ന സമയത്ത് അതിൽ അലീനയുടെ ഫോട്ടോ കാണുന്നുണ്ട്. അത് കണ്ട് നെട്ടി നിൽക്കുകയാണ് കമല. ആ സമയത്താണ് അങ്ങോട്ടേക്ക് മനു വരുന്നത്. മനു കമലയോട് ചോദിക്കും, എന്താ അമ്മേ പത്രത്തിൽ നോക്കിയിട്ട് ഇങ്ങനെ നെട്ടി നിൽക്കുന്നത്? ഇത്ര വലിയ വാർത്ത എന്താ? ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ എണീറ്റ് വന്ന് കമല പത്രം വായിക്കുന്ന സമയത്ത് അതിൽ അലീനയുടെ ഫോട്ടോ കാണുമ്പോൾ നെട്ടി നിൽക്കുകയാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് മനു വരുന്നു. ചോദിക്കും, അമ്മ ഇത്രമാത്രം നെട്ടി നിൽക്കാൻ മാത്രമുള്ള എന്ത് വാർത്തയാണ് പത്രത്തിലുള്ളത്? ആ സമയത്ത് ദേഷ്യത്തോട് കൂടി കമല ഇതാ ഇന്നാ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പത്രം കൊടുക്കുകയാണ്. അങ്ങനെ പത്രത്തിൽ നോക്കുന്ന മനു കാണുന്നുണ്ട് അതിൽ അലീനയുടെ ഫോട്ടോയുടെ താഴെ ഫസ്റ്റ് റാങ്കോട് കൂടി പാസ്സായി എന്നുണ്ട്. ഇത് കാണുന്ന മനുവിന് സന്തോഷമാണ്. ആ സമയത്ത് മനു പറയും കമലയോട്, സന്തോഷിക്കേണ്ട സമയത്ത് അമ്മ എന്തിനാ ഇത്രയും ദേഷ്യത്തോടു കൂടി നിൽക്കുന്നത്? ആ സമയത്ത് കമല പറയും, അവളൊരു ജോലിക്കാരി ആയിട്ടല്ലേ ബാലചന്ദ്രനെ ലൂരിൽ കൊണ്ടുവിട്ടത്. ഇപ്പം അവളുടെ പത്രം വന്നിക്കണോ ഫസ്റ്റ് റാങ്കോട് കൂടി ജയിച്ചെന്നേ. ഇത് കാണുമ്പോൾ എങ്ങനെയാ ദേഷ്യപ്പെടാതെ ഇരിക്കുന്നത്? ആ സമയത്ത് മനു പറയും, അമ്മയ്ക്ക് എപ്പോഴാണ് ആർക്കെങ്കിലും നല്ല കാര്യം വരുമ്പോൾ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടില്ലല്ലോ. അമ്മയ്ക്ക് എന്നും അമ്മൻ്റെ മകൻ്റെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. ബാലചന്ദ്രൻ കൊണ്ടാക്കി ആ വീട്ടിലും അവൾ വലിയ ആളായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവളെ പഠിപ്പിച്ചതെല്ലാം എന്ന് പറയാണ്. ആ സമയത്ത് മനു പറയും, അവൾ അവിടെ വലിയ ആളൊന്നും ആയിട്ടില്ല. അവൾ അവിടുത്തെ വലിയ ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവളെ പഠിപ്പിച്ചത്. അവളെ പഠിപ്പിക്കാൻ അവകാശമുള്ളവർ തന്നെയാണ് അവളെ പഠിപ്പിച്ച് ഈ നിലയിലെത്തുകയും അവൾ പത്രത്തിൽ വരികയും മൂന്നാല് ആളുകൾ അറിയപ്പെടുകയും ചെയ്തത്. മനു ചോദിക്കും, അമ്മയ്ക്ക് എന്തിനാ അലീനയോട് ഇത്ര വലിയ ദേഷ്യം എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് കമല പറയും, അവൾ ഒരുത്തി കാരണമാണ് എൻ്റെ മകൻ ഇന്ന് ജയിലിൽ കിടന്നത്. അപ്പോൾ മനു ദേഷ്യത്തോട് കൂടി ചോദിക്കും, അല്ലാതെ നിങ്ങളുടെ മകൻ്റെ കയ്യിലിരിപ്പ് കാരണമൊന്നുമല്ലല്ലേ എന്ന് പറയാണ്. അപ്പോൾ ദേഷ്യത്തോട് കൂടി കമല അവിടെ നിന്നും പോകും. ആ സമയത്ത് കമല ചെന്ന് നേരെ ഫോൺ എടുക്കാനാണ് ചെല്ലുന്നത്. അങ്ങനെ ഫോൺ എടുത്ത് നേരെ വിളിക്കുന്നത് വൈജയന്തിക്കാണ്. അങ്ങനെ വൈജയന്തിയോട് കമല ചോദിക്കും, നീ അറിഞ്ഞോ ഇന്നത്തെ പത്രം, നീ ഒന്ന് നോക്കിയോ ചോദിക്കുകയാണ്. ആ സമയത്ത് വൈജയന്തി പറയും, എന്താ ഏട്ടത്തി പറയുന്നത്? ഒന്ന് വ്യക്തമായിട്ട് പറയും, ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ കമല പറയും, ഇന്നത്തെ പത്രത്തിൽ ആ അലീനയെ അവളുടെ വലിയൊരു ഫോട്ടോ തന്നെ വന്നിട്ടുണ്ട് എന്ന് പറയാണ്. ആ സമയത്ത് വൈജയന്തി ചോദിക്കും, എന്തേ അവൾ മരണപ്പെട്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും ആണോ? സന്തോഷത്തോടു കൂടി ചോദിക്കുകയാണ്. അപ്പോൾ കമല പറയും, അത്രമാത്രം സന്തോഷിക്കേണ്ട വൈജയന്തി, നിനക്കും എനിക്കും എല്ലാം ദേഷ്യപ്പെടുത്തുന്ന വാർത്തയാണ് ഇന്നത്തെ പത്രത്തിലുള്ളത്. സമയത്ത് വൈജയന്തി ചോദിക്കും, എന്ത് വാർത്തയാണ്? ഇന്നത്തെ പത്രത്തിലെ ഫസ്റ്റത്തെ പേജിൽ തന്നെ അവളുടെ ഫോട്ടോ ആണ്. രാവിലെ കണി കണ്ടുകാണ്ട് അവളെ തന്നെയാണ് ഇന്ന് കണ്ടത്. ആ ഫോട്ടോയുടെ താഴെ എഴുതിയിരിക്കുന്ന ഫസ്റ്റ് റാങ്കാണ് അവൾക്ക് എന്ന്. ഇത് കേൾക്കുന്ന വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട്. അവളെന്താ അവിടെ ബാലചന്ദ്രൻ ജോലിക്കല്ലേ പറഞ്ഞയച്ചത്? അവളുടെ വീട്ടിൽ വല്ല കൊണ്ടാക്കിയേ? ഏത് പൊട്ടന്മാരാണ് അവളെ പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ദേഷ്യത്തോടു കൂടി കമലയോട്. ആ സമയത്ത് കമല പറയും, അതല്ല നീ ബാലചന്ദ്രനോട് ചോദിക്കുക. എനിക്ക് തോന്നുന്നു അവളെ ഏതോ നിന്റെ ബാലചന്ദ്രൻ തന്നെ ആയിരിക്കും അവളെ പഠിപ്പിച്ചിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നു അവളെ വല്ല ഹോസ്റ്റലിൽ എന്തോ കൊണ്ടാക്കിയതാണ് എന്ന് തോന്നുന്നു. അല്ലാതെ ഇത്രയും പണം മുടക്കി ആരാണ് അവളെ ഇത്രയും വലിയ നിലയിൽ പഠിപ്പിക്കാൻ കഴിയുന്ന ആൾക്കാർ? ആരെങ്കിലും അത് ഏറ്റെടുക്കുമോ? അത് ബാലചന്ദ്രന് മാത്രമേ കഴിയുള്ളൂ എന്ന് പറയണേ. ആ സമയത്ത് വൈജയന്തി, ഇതൊന്ന് ബാലചന്ദ്രനോട് ചോദിക്കണമല്ലോ എന്ന് പറയുകയാണ്. ലക്ഷ്യത്തോടു കൂടി വൈജയന്തി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് വീട്ടിലെത്തിയ വൈജയന്തി ബാലചന്ദ്രനോട് സംസാരിക്കുകയാണ്. ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അലീന ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ദേഷ്യത്തോടു കൂടി ബാലചന്ദ്രൻ പറയും, നീ എന്തിനാ അവളെക്കുറിച്ച് അന്വേഷിക്കുന്നത്? നീ നിൻ്റെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതല്ലേ, പിന്നെ എന്തിനാ അവളെക്കുറിച്ച് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ വൈജയന്തി പറയും, അവൾ എവിടെയാണ് എന്താണെന്നാണ് ഞാൻ ബാലചന്ദ്രനോട് ചോദിച്ചത്. ഇപ്പോഴും ബാലചന്ദ്രൻ തന്നെയാണോ അവളെ പഠിപ്പിക്കുന്നതും ഇതൊക്കെ ആക്കുന്നത് ചോദിക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണജ വൈജയന്തിയോട് പറയും, അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോയിട്ട് അമ്മ ചേച്ചിക്ക് ഒരു സുഖവും കൊടുക്കുന്നില്ലേ? അമ്മയ്ക്ക് എന്തിൻ്റെ കേടാണെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് വൈജയന്തി കൃഷ്ണജയോട് പറയും, നീ മിണ്ടാതെ നിൽക്കുക. നിൻ്റെ അച്ഛൻ ഇപ്പോഴും അവളെ സംരക്ഷിക്കുകയാണ്. ഇന്നത്തെ പത്രത്തിൽ ഫസ്റ്റത്തെ ഫോട്ടോ ഉണ്ടല്ലോ, അവളെ ഫസ്റ്റ് റാങ്കോട് കൂടി ജയിച്ചിട്ടുണ്ട്. അവളെ ആ നിലയിൽ എത്തിച്ചത് നിൻ്റെ അച്ഛൻ തന്നെ ആയിരിക്കും എന്ന് പറയുകയാണ്. ആ സമയത്ത് കൃഷ്ണജ പറയും, അങ്ങനെ അച്ഛൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അച്ഛൻ്റെ നല്ല മനസ്സാണ് എന്ന് പറയുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയും, അവൾ വലിയ നിലയിലെത്തുന്നത് നിനക്കെന്തിനാ അസൂയ? അവൾ ഈ വീട്ടിൽ നിന്നും പോകണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അവൾ ഈ വീട്ടിൽ നിന്നും പോയി. പിന്നെ അവളെക്കുറിച്ച് അന്വേഷിക്കാനോ പറയാനോ ഒന്നും നീ നിൽക്കണ്ട എന്ന് പറയുകയാണ്. ആ സമയത്ത് വൈജയന്തി പറയും, എനിക്ക് അവകാശമുണ്ട്. എൻ്റെ മക്കൾക്കുള്ള ക്യാഷാണല്ലോ അവൾക്ക് മുടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്ക് അവകാശമുണ്ട്. അങ്ങനെ അവകാശമില്ലെന്ന് പറഞ്ഞ് തടി തപ്പ എന്ന് ബാലചന്ദ്രൻ കരുതണ്ട എന്ന് പറയുകയാണ്. ഞാൻ അഥവാ അവൾക്ക് പണം മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിൽ നിന്നായിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ അവളെ പഠിപ്പിച്ച് വലിയ നിലയിലാക്കിയത് ഞാനല്ല. അവൾക്ക് ഏറ്റവും നല്ല അധികാരവും അവകാശമുള്ള ആൾ തന്നെയാണെന്ന് പറയുകയാണ്. നീ എന്നോട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. മക്കളുടെ മുന്നിൽ നീ നാറു എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അവിടെ നിന്നും പോകും. ഒന്നും പറയാൻ കഴിയാതെ ഇങ്ങനെ വൈജയന്തി നിൽക്കുകയാണ്. സമയത്ത് കൃഷ്ണജ പറയും, അമ്മയ്ക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അമ്മയ്ക്ക് അമ്മയുടെ കാര്യം നോക്കി പോയാൽ മാത്രമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും വൈജയന്തി പോകും. അങ്ങനെ
കൃഷ്ണജ പിന്നീട് അലീനയ്ക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണജ പറയുന്നുണ്ട്, ചേച്ചിക്ക് എന്ത് നല്ല വിശേഷം ഉണ്ടെങ്കിലും ഞങ്ങളെ ഒന്നും വിളിച്ചറിയിക്കില്ലല്ലേ, മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നതെന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും, എനിക്ക് പറയാൻ സമയം കിട്ടില്ല മോളെ, ഇവിടേക്ക് ഒരുപാട് ആളുകൾ വന്ന് എന്നെ വിഷ് ചെയ്യായിരുന്നു, സമയത്ത് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ വിളിക്കണം എന്ന് കരുതിയതായിരുന്നു അച്ഛൻ. ചേച്ചി അവിടെ ചെന്നപ്പോൾ ഞങ്ങളെയൊക്കെ മറന്നു അല്ലേ ചോദിക്കണം. ആ സമയത്ത് അലീന പറയും, ഞാൻ എങ്ങനെയാടാ നിങ്ങളെയൊക്കെ മറക്കുന്നത്, എനിക്ക് അങ്ങനെയൊന്നും നിങ്ങളെ മറക്കാൻ പറ്റില്ലല്ലോ പറയുകയാണ്. അപ്പോൾ കൃഷ്ണജ പറയും, ചേച്ചിയുടെ ഫോട്ടോ ഇന്ന് പത്രത്തിലുണ്ടായിരുന്നു, വലിയ റാങ്കോട് കൂടി ജയിച്ചു, ഇനി IAS ഓഫീസറൊക്കെ ആയിരിക്കും അല്ലേ എന്ന് പറയാണ്. അലീന പറയും, പോടി എന്ന് പറയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.